നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ മേഖലയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ ആഗോള വിപണിയെയും അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ ഉലച്ചിരിക്കുകയാണ്. ഖത്തറിലെ പ്രമുഖ LNG ഉൽപ്പാദന കേന്ദ്രമായിട്ടുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മിസൈൽ വർഷം വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അയൽരാജ്യമായിട്ടുള്ള UAE അബുദാബിയിലുള്ള ഗ്യാസ് പ്ലാന്റുകൾക്ക് സമീപവും മിസൈൽ അവശിഷ്ടങ്ങൾ പതിക്കുകയുണ്ടായി. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്ലാന്റുകൾ താൽക്കാലികമായിട്ട് അടച്ചുപൂട്ടാൻ അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലായിട്ടുള്ള പ്രകൃതിവാതക എണ്ണ ഉത്പാദന മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രകോപനങ്ങൾ അത് മേഖലയിലെ സമാധാനം പൂർണ്ണമായിട്ടും തകർക്കുന്ന നിലയിലാണെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ വിലയിരുത്തുകയാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ നീക്കങ്ങൾക്കെതിരെ ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെയൊക്കെ തന്നെ കൂട്ടായ്മ കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകി വരുന്ന സാമ്പത്തിക സഹായവും അതോടൊപ്പം തന്നെ ആയുധ വിതരണവും ഒക്കെ തന്നെ അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള 12 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. തങ്ങളുടെ റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ പ്രധാന കവാടമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ ആഗോള എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുമെന്നും ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ്റെ ഒറ്റപ്പെടലിന് കാരണമാകുമെന്നും അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. നിലവിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് പാകിസ്ഥാൻ, ഈജിപ്റ്റ്, തുർക്കി എന്നീ രാജ്യങ്ങൾ നയതന്ത്ര തലത്തിൽ മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഉന്നത നേതൃത്വവുമായിട്ട് ഈ രാജ്യങ്ങൾ നേരിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ കർക്കശമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന് രാജ്യം സജ്ജമാണെന്നും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ തങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇറാൻ്റെ പുതിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്ക് വഴിമാറുമെന്ന ഭീതി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ ശേഖരത്തെക്കുറിച്ചും ഇതര ഊർജ്ജ മാർഗങ്ങളെക്കുറിച്ചും ഗൗരവമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ വൻ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില അത് 5% വർദ്ധിച്ച് ബാരലിന് $109 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇറാന്റെ ദക്ഷിണ പാർസ് വാതകപ്പാടത്തിന് നേരെ ഇസ്രയേൽ നേരത്തെ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ധന കേന്ദ്രങ്ങളെ ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഇനിയും ലക്ഷ്യം വയ്ക്കുമെന്ന ഇസ്രയേലിൻ്റെ നിലപാട് അത് സംഘർഷം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. ഇതിനിടെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലെ ജനവാസ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചത് വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ 4 പ്രവാസികൾക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട്. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയായിരുന്ന അലി ലാരിജാനിയുടെ വധത്തിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. ലാരിജാനിയുടെ മരണത്തിന് അമേരിക്കയും ഇസ്രയേലും വലിയ വില നൽകേണ്ടി വരുമെന്നും ഓരോ തുള്ളി രക്തത്തിനും തങ്ങൾ പകരം ചോദിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി മുന്നറിയിപ്പ് നൽകി. ലാരിജാനിയുടെ വിയോഗത്തോടെ ഇപ്പോൾ ഒഴിവുവന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി സ്ഥാനത്തേക്ക് മുൻ IRGC കമാൻഡർ മുഹസിൻ റസായിയെ നിയമിക്കാനുള്ള നീക്കങ്ങളും ഇറാൻ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈനിക നീക്കങ്ങളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ പ്രതിസന്ധി ഇപ്പോൾ ഒരു ആഗോള സാമ്പത്തിക യുദ്ധത്തിൻ്റെ രൂപത്തിലേക്ക് പശ്ചിമേഷ്യയിൽ മാറിയിരിക്കുകയാണ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും വ്യാപാര തന്ത്രങ്ങളിലൂടെ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ ഒരു ആക്രമണ വാർത്തകൾ അത് ഒരു തീമഴ പോലെയാണ് ഇപ്പോൾ വിപണിയിൽ പതിക്കുന്നത്. അലി ലാരിജാനിയുടെ മരണം ഇറാനിലെ ജനങ്ങൾക്കിടയിലും സൈന്യത്തിനിടയിലും വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യാക്രമണ ഭീഷണികളൊക്കെ തന്നെ ശക്തമാകുന്നതോടെ മേഖലയിലെ യുദ്ധം കൂടുതൽ കലുഷിതമാവുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ലോകം നേരിടാൻ പോകുന്ന സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമായി തുടരുന്നതായിരിക്കും.